ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ഷംല ഹലീമ. ട്രിവാൻഡ്രത്തും എറണാകുളത്തും ഓഷ്യൻ ജെംസ് ആൻഡ് പേഴ്സ് ഡീലേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്നു. ഇതെൻ്റെ ട്രിവാൻഡ്രത്തുള്ള ഷോറൂമാണ്. കുറേ അധികം ജെംസിൻ്റെയും സ്റ്റോൺസിൻ്റെയും പേഴ്സിൻ്റെയും കോറൽസിൻ്റെയും ഒക്കെ കളക്ഷനാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ജെംസും പേൾസും കോറൽസും ഒക്കെ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. വളരെ കുറച്ച് ആളുകൾക്ക് ജെംസിനെ പറ്റിയും സ്റ്റോൺസിനെ പറ്റിയിട്ടും അറിയാൻ പാടില്ല. എന്നാലും കറക്റ്റായിട്ട് അവർക്ക് ഇത് ഒറിജിനൽ ആണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പാടില്ല. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് വന്ന് ഇതെന്ത് സ്റ്റോണാണ്, ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, എവിടുന്നാണ് വരുന്നത്, ഇതെങ്ങനെയാണ് എൻ്റെ ഗ്രേഡിങ്, പ്രൈസ് റേഞ്ച് ഒക്കെ തീരുമാനിക്കുന്നത്, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ ആൻസർ ഞാൻ ഓരോ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഷോപ്പിലുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ജെംസിന്റെയും പേൾസിന്റെയും ക്വാളിറ്റിയും ഗ്രേഡിങ്ങും അതിന്റെ പ്രൈസ് റേഞ്ചും ഒക്കെ ഒരുപാട് പേർക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. എന്നാൽ വളരെയധികം പേർക്ക് ഇതിനെപ്പറ്റി വളരെ കാര്യമായിട്ടുള്ള അറിവുമുണ്ട്. ഇപ്പൊ നമ്മളുടെ ഷോപ്പിൽ വരുന്ന നമ്മുടെ ക്ലയൻസ് അല്ലെ ഓരോ എൻക്വയറീസ് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാവുന്നത്, ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ള അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് ഇത്രയും റേറ്റ് വരുന്നത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ എല്ലാം കൂടെ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ എപ്പിസോഡിലായിട്ട് ഞാനത് ഷെയർ ചെയ്യാം. ഇപ്പൊ അതുപോലെ തന്നെ ഒരുപാട് കടകളിൽ പോയിട്ട് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ സാധനം വാങ്ങിച്ചിട്ട് നല്ല പ്രൈസ് കൊടുത്തിട്ട് സാധനം വാങ്ങി കബളിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരെയും നമ്മളുടെ ഷോപ്പിൽ വന്ന് പറയാറുണ്ട്. ഞാൻ അപ്പുറത്ത് പോയി അല്ലെ പുറത്ത് പോയിട്ട് നമ്മൾ സ്റ്റോൺ വാങ്ങിച്ചു, പക്ഷെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കംപ്ലൈന്റ് ആയി, അതിന്റെ കളർ പോയി, അല്ല ഒറിജിനൽ ആയിരുന്നില്ല, അങ്ങനെ ഒത്തിരി ഇപ്പൊ നമുക്ക് മാർക്കറ്റില് ഒരുപാട് കളർ സ്റ്റോൺസ് ഇറങ്ങുന്നുണ്ട്. അതായത് ഒറിജിനൽ സ്റ്റോൺസിൻ്റെ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന കളർ സ്റ്റോൺസ് ഇറങ്ങുന്നുണ്ട്. അതായത് ഗ്ലാസ് ഫില്ലിങ്സ് ആണ്. എന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്ത് കളർ ട്രീറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ ഇത് പല ആൾക്കാർക്കും അറിയത്തില്ല. നമ്മൾ നോക്കുമ്പോൾ അത് റൂബി കളർ അല്ലെ എമറാൾഡ് കളർ, അപ്പൊ ഒറിജിനൽ ആണെന്നുള്ള ധാരണയിൽ നമ്മൾ നല്ല റേറ്റ് കൊടുത്തിട്ട് ഈ സാധനം പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷമാണ് അറിയുന്നത് ഇത് ഒറിജിനൽ അല്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും നല്ല ആൾക്കാർ ഷോപ്പിലോ അല്ലെങ്കിൽ അതുപോലെ ജെം ടെസ്റ്റിംഗ് ലാബിലോ ഒക്കെ പോകുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന്. അപ്പൊ അതിനൊരു മാറ്റമായിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പൊ നമ്മളുടെ കടയിൽ റൂബി, എമറാൾഡ്, അതായത് ലോകത്തിലുള്ള സകല സ്റ്റോൺസ്, ആക്ച്വലി 4500 സ്റ്റോൺസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് സ്റ്റോൺസ് ആണ് ഇപ്പൊ നമ്മളുടെ കയ്യിൽ മാർക്കറ്റിലൊക്കെ ആയിട്ടുള്ളത്. കുറച്ചധികം കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. നമ്മളെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. എല്ലാത്തിനും ഗ്യാരണ്ടി. പിന്നെ ഓഷ്യൻ ജെംസ് ആൻഡ് പേൾസിന്റെ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയില് ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മളാണ് ജെം സ്റ്റോൺസിനും പേൾസിനും ബൈബാക്ക് കൊടുക്കുന്നത്. 80% ബൈബാക്ക് ആണ് നമ്മൾ ജെം സ്റ്റോൺസിന്, അതായത് പ്രഷ്യസ് സ്റ്റോൺസിന് നമ്മുടെ 80% ബൈബാക്ക് ആണ്. അപ്പൊ നമ്മളൊരു ഡയമണ്ട് വാങ്ങിക്കുന്ന പോലെ നമുക്ക് അത്രയും ട്രസ്റ്റ് ചെയ്ത് അത്രയും ഗ്യാരണ്ടിയോടുകൂടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഓർണമെന്റ്സ് അല്ലെ ഒരു ജെംസ് കളക്ഷൻസ് ആണ് ഓഷ്യൻ ജെംസ് ആൻഡ് പേൾസിലുള്ളത്. അപ്പം നിങ്ങൾ ഒരു സ്റ്റോൺ വാങ്ങിക്കുമ്പോൾ നമ്മളിപ്പോ 2000 അല്ലെ ആ കളർ പോലെ തന്നെ സ്റ്റോൺ വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടെ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈമിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ബൈബാക്കോട് കൂടി തന്നെ ഓരോ ഓർണമെന്റ്സ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. കണ്ടോ, കുറേ ടൈനി ആയിട്ടുള്ള ബീഡ്സുകളാണ്, അതിന്റെ കുറെ കളക്ഷൻസ് ആണ്. ഇതൊക്കെ എല്ലാം ജെം സ്റ്റോൺസ് ആണ്. ഇങ്ങനെ കുറെ അധികം കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ, അത്ര നോ ഏജ് ലിമിറ്റ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലർക്ക് 1 ലൈൻ ആയിട്ട് അല്ലെങ്കിൽ ചിലർക്ക് 2 ലൈൻ, കുറെ പേർക്ക് ഗോൾഡിൽ ചെയ്ത്, അങ്ങനെ പല വെറൈറ്റീസ് ആയിട്ട് നമുക്ക് ഈ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത് എന്താ പറയാ, ഇതിന് ടൈഗർ ഐ, ഓപ്പല്, പിന്നെ കർണേലിയൻ, എമിത്തിസ്റ്റ്, ഓണിക്സ്, സ്മോക്കി ടോപ്പാസ്, ഗാർനെറ്റ്. സാധാരണഗതിയിൽ നമ്മളെല്ലാം വലിയ ബീഡ്സ് അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള സ്റ്റോൺസ് ഒക്കെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കുറെ ട്രെൻഡായിട്ട് ഇറങ്ങിയിരിക്കുന്ന ചെറിയ ഒരു കുറെ ബഞ്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ ചെറിയ ബീഡ്സുകളുടെ കളക്ഷൻസ് ആണിത്. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് സ്റ്റോൺസിനെ പറ്റിയിട്ട്, സ്റ്റോൺസ് എവിടെ നിന്നാണ് വരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോൺസിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് എടുക്കുന്നത്, അല്ല അതിന്റെ കട്ടിങ് ഗ്രേഡിങ് എങ്ങനെയാണ്,
ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് പോകുന്നത്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെപ്പറ്റി പറയാനുണ്ട്. നിങ്ങൾക്കത് കേൾക്കാനും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്, നമ്മൾ സ്റ്റോൺസ് ഇമ്പോർട്ട് ചെയ്യുന്നത്, അല്ലെ പേൾസ് ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടഡ് ആണ്. ഓഷ്യൻ ജെംസ് ആൻഡ് ഡയമണ്ട്സ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇമ്പോർട്ടഡ് പേൾസും ഇമ്പോർട്ടഡ് സ്റ്റോൺസ് ആണ്. അതായത് ഓരോ രാജ്യത്തു നിന്നും ഓരോ സ്റ്റോൺസ്, അതായത് റൂബി, എമറാൾഡ്, ബ്ലൂ സഫയർ, അതിൽ നിന്ന് പേൾസ്, കോറൽസ്, ഇതെല്ലാം ഓരോ രാജ്യത്തു നിന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോൺസ് എല്ലാം തന്നെ ഡൈ ആയിട്ട് വരുന്നുണ്ട്. അതായത് കളറ് ട്രീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് വരുന്ന കുറേ സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഓരോ ഷോപ്പിൽ ചെല്ലുവാണ്. ഇപ്പോൾ ഈ ഷോപ്പുകാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ ജോത്സ്യന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്റ്റോൺസ് നമുക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഒറിജിനൽ ചെയ്തെന്നുള്ളത്. അപ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളിത് കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് ഫേക്കായിരുന്നോ ഒറിജിനലാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും. ഇപ്പം നമ്മൾ എമറാൾഡ് നമുക്ക് വരുന്നത് സാംബിയൻ ഉണ്ട്, ആഫ്രിക്കൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ വരുന്ന സ്റ്റോൺസ് ഉണ്ട് എമറാൾഡ്, പിന്നെ അതുപോലെ തന്നെ റൂബി, ബർമ, ബ്രസീൽ, പിന്നെ അതുപോലെ തന്നെ ആഫ്രിക്കൻ ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്, പിന്നെ ബ്ലൂ സഫയർ, സിലോൺ ആൻഡ് ആഫ്രിക്കൻ, അങ്ങനെ കുറേ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഈ സ്റ്റോൺസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നു. ഇനി അതിൻ്റെ ക്വാളിറ്റി, അതായത് ബർമ റൂബിയാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി റൂബി ഉള്ളത്. അതിന്റെ കളർ തന്നെ നല്ല, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ റൂബി എന്ന് പറയുമ്പോൾ ഉള്ളൊരു എന്താ പിങ്ക് ഷെയ്ഡ് അങ്ങനെയല്ല, ഒരു നല്ലൊരു റെയർ കളറാണ് ബർമ റൂബി. അതാണ് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി റൂബി. അതിനാണ് നമ്മൾ ബൈബാക്ക് 80% ബൈബാക്ക് കൊടുക്കുന്നത്. അപ്പൊ അതൊരു ക്യാരറ്റ് നമുക്കിപ്പോൾ ഒരു ബർത്ത് സ്റ്റോൺ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിലും ഒരു ക്യാരറ്റിന് തന്നെ നല്ല പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ഒരു റൂബിയൊക്കെ വാങ്ങി ഇപ്പോൾ ഗ്ലാസ് ഫില്ലിങ്ങിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഒരു 2000 അല്ലെങ്കിൽ 1500 തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ റൂബി പെർ ക്യാരറ്റ് വരുന്നുണ്ട്. ഈ മറ്റേ ഒറിജിനൽ റൂബി ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് പ്രൈസ് എങ്ങനെ പോയാലും 10,000 വരും. അങ്ങോട്ട് മേളിലേക്ക് പോവുകയുള്ളൂ, താഴ്ത്തു വരുന്നത്. അതുപോലെ തന്നെ സെയിം തന്നെയാണ് എമറാൾഡും ബ്ലൂ സഫയറും ബാക്കിയുള്ള കളർ സ്റ്റോൺസ് എല്ലാം. നമുക്കിപ്പോൾ പ്രഷ്യസ് സ്റ്റോൺസ് ആണ് നമ്മളെല്ലാവരും പറയുമ്പോൾ. സ്റ്റോൺസ് ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ബാക്കി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ നെറ്റിൽ സെർച്ച് ചെയ്യും. അപ്പോൾ ഏകദേശം അവർക്ക് അറിയാൻ പറ്റും എന്ത് ക്വാളിറ്റിയാണ്, അല്ലെ ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഏകദേശം അറിയാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് നമ്മൾ സ്റ്റോൺസിനെ പറ്റി പറയുമ്പോൾ എല്ലാവരുടെയും ധാരണ പ്രഷ്യസ് സ്റ്റോൺസ് ആണ്. പ്രഷ്യസ് സ്റ്റോൺസ് നവരത്നങ്ങളാണ് നമ്മൾ പ്രഷ്യസ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. അതായത് നവരത്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബി, എമറാൾഡ്, ബ്ലൂ സഫയർ, കോറല്, യെല്ലോ സഫയർ, കാറ്റ്സൈ, ഡയമണ്ട്, അങ്ങനെയാണ് നവരത്നങ്ങളുടെ കണക്ക് വരുന്നത്. അപ്പൊ ഈ നവരത്നങ്ങളുടെ ഈ 9 സ്റ്റോൺസില് നമ്മളുടെ റൂബി, അതായത് ബീഡ്സ്, ഓർണമെന്റ്സ് ആയിട്ട് കമ്മല്, മാല, ബാങ്കില് നമ്മൾ മെയിൻ ആയിട്ട് അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം റൂബി ഇപ്പം എല്ലാവരും എന്താ പറയാ വൈറ്റ് സാരി അല്ലെ, ഓഫ് വൈറ്റ് സാരി അല്ലെ, ഗ്രീൻ സാരിയുടെ കൂടെ ഏതൊക്കെ കളറാണ് പോകുന്നത്. ഇപ്പൊ ഗ്രീനിൻ്റെ കൂടെ നമ്മൾ ഗ്രീൻ ഇടുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ കോൺട്രാസ്റ്റ് ആയിട്ടാണ്. അപ്പൊ ആ ടൈപ്പിലേക്ക് ഇപ്പൊ ആൾക്കാർ ക്വാളിറ്റിയാണ് നോക്കുന്നത്. നേരത്തെ എന്ന് പറയുമ്പോൾ അവർക്ക് അറിയത്തില്ല എന്ത് കളർ. എമറാൾഡ് എന്ന് പറയുമ്പോൾ പച്ച സ്റ്റോൺ, അങ്ങനെയാണ് എല്ലാവരുടെയും ഉദാഹരണം. എമറാൾഡ് എന്ന് പറയുമ്പോൾ പച്ച സ്റ്റോൺ മാത്രമല്ല, പച്ച കളറിൽ ഒരുപാട് സ്റ്റോൺസ് കളേഴ്സ് വരും, ഒരുപാട് സ്റ്റോൺസ് വരുന്നുണ്ട്. അത് ഓണിക്സ് ഉണ്ട്, ജെയ്ഡ് ഉണ്ട്, അവഞ്ചറിനുണ്ട്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഗ്രീൻ കളറിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എമറാൾഡ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. എമറാൾഡിന്റെ ഗ്രേഡിങ്, അതിന്റെ കട്ടിങ്, അത് വരുന്നത് ഏത് രാജ്യത്തു നിന്നാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് റേഞ്ചിൽ നിന്ന്. അത് നമുക്ക് പ്രഷ്യസ് സ്റ്റോൺസിൽ ആദ്യം തന്നെ നമുക്ക് ഓരോ സ്റ്റോൺസിനെ പറ്റിയിട്ടും ഞാൻ ഓരോ എപ്പിസോഡിലായിട്ട് ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ വരുന്നത് സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആണ്. സെമി പ്രഷ്യസ് സ്റ്റോൺസിൽ 4500 സ്റ്റോൺസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ഒരു 1000-1500 സ്റ്റോൺസ് ഒക്കെയാണ് നമ്മളുടെയൊക്കെ മാർക്കറ്റിലുള്ളത്, നമ്മുടെ കയ്യിലുള്ളത്. അതിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം നമുക്ക് ആർക്കും അറിയാത്തൊരു സംഭവമാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നവരത്നങ്ങൾ, അതായത് പ്രഷ്യസ് സ്റ്റോൺസ്, 9 രത്നങ്ങൾ എന്നാണ് നമ്മൾ ഇത്രയും നാളും ധരിച്ചു വെച്ചിരുന്നത്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ടൂർമിൽ എന്ന് പറഞ്ഞൊരു
സ്പെഷ്യൽ. അത് ആക്ച്വലി സെമി പ്രീഷ്യസ് സ്റ്റോൺസ് ആയിരുന്നു. പക്ഷേ സെമി പ്രീഷ്യസ് സ്റ്റോൺസ് ആണെങ്കിലും അത് വളരെ കോസ്റ്റ്ലി ആയിരുന്നു. ഇപ്പൊ ആ ടെർമിൽ എന്ന് പറയുന്ന സ്റ്റോണിനെ 10 രത്നങ്ങളിലേക്ക് ആഡ് ചെയ്യും, അതായത് നവരത്നങ്ങളിലേക്ക് ആഡ് ചെയ്യും. ഇപ്പം നവരത്നങ്ങളൊന്നല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലോ അല്ലെങ്കിൽ അതുപോലെ എല്ലാവർക്കും, എനിക്ക് തന്നെ അറിയില്ലായിരുന്നു, ഞാൻ ഈ അടുത്താണ് ഞാനും അതിനെപ്പറ്റി അറിഞ്ഞത്. 10 രത്നങ്ങളിലേക്ക് ആഡ് ചെയ്തു ടെർമിൽ എന്ന് പറഞ്ഞ സ്റ്റോൺ. അതായത് ടെർമിൽ എന്ന് പറഞ്ഞാൽ ഒരു 3-4 ഷെയ്ഡ് ഉണ്ട്, പക്ഷെ ഒറ്റ സ്റ്റോൺ ആണ്. ഞാൻ ആ സ്റ്റോൺ മാത്രം നമുക്ക് കുറച്ച് നേരം സംസാരിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ 10 രത്നങ്ങളിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്, നവരത്നങ്ങളല്ല 10 രത്നം.